ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ദിവസം കൂടി കൂടി വരുന്നതിനനുസരിച്ച് ഹയാന നല്ല കുരുത്തക്കേടും കൂടി വരുന്നുണ്ട്. ഈ ചിരി കണ്ട നിങ്ങളായിരിക്കും എന്ത് പാവാന്നല്ലേ. ഇത് നോക്കി എൻ്റെ കൈ കാണിച്ച് വെച്ചേക്കുന്നത്. രാവിലെ തന്നെ എനിക്ക് നല്ലൊരു കടി കിട്ടിയിട്ടുണ്ട്. നല്ല വേദനയായിരുന്നു. ഇവൻ്റെ കുഞ്ഞി കീരി പല്ലും കൊണ്ട് കടിക്കുമ്പോൾ എന്തൊരു വേദനയാണെന്നറിയോ. അതിനുശേഷം ഇവൻ കൈയെല്ലാം പിടിച്ചുകൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആശ്വസിപ്പിക്കാനാണ്. ഇതാ വീണ്ടും കടിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഉപദ്രവിക്കുന്നത് അവനൊരു ഹോബിയായി മാറുന്നുണ്ട്. അതിനുശേഷം ഹയൻ നേരെ പോയത് നമ്മുടെ മിട്ടുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. മിട്ടുവിനെ നമ്മൾ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് അഴിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നിന്നുമെടുത്ത ഹയൻ വേഗം കസേരയിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഹയാന് നമ്മുടെ മിട്ടുവിനോട് ഭയങ്കര സ്നേഹമാണ്. അമ്മാമ്മയും മോളും എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കസേരയിൽ ഇരുന്നുമെടുത്ത ഹയൻ വേഗം എഴുന്നേറ്റ് നിന്ന് മിട്ടുവിനോട് എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഹയനും കൂടി നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ആൻറ്റീൻ്റെ അടുത്തേക്കാണ്. 2 ദിവസം മുമ്പ് നല്ല മഴയാണെങ്കിൽ ഇന്നലെയും ഇന്നുമായിട്ട് നല്ല കാലാവസ്ഥയാണ്. ഇവിടെ നല്ല വെയിലാണ്. കുറേ ദിവസത്തെ തുണിയൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങാനിട്ടിട്ടാണ് ഞാനിപ്പോൾ ആൻറ്റീൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നത്. അങ്ങനെ ആൻറ്റീൻ്റെ അടുത്തെത്തിയാൽ അവന് കുറച്ച് കൊഞ്ചക്കം കൂടുതലായിരിക്കുമേ. കൊഞ്ചൽ കൂടി അവൻ നടക്കാൻ വരെ മറന്നുപോയി. ഭാഗ്യത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് അവൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ ആൻറ്റി എന്തോ പഴം കൊണ്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ അമ്മമ്മയും മോനും എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നേ. ഉമ്മയെ ചോദിച്ചെന്ന് തോന്നുന്നു. നല്ല നുള്ളാണ് കൊടുത്തത്. അതിനുശേഷം ഇച്ചമ്മേൻ്റെ നല്ല സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. ഇച്ചമ്മേൻ്റെ ഹോബി എന്ന് പറയുന്നത് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാണുന്നതാണ്. അതും പ്രാർത്ഥനകൾ മാത്രമേ കാണുള്ളൂ. പിന്നീട് ഹയനൊരു ക്യാൻ കിട്ടിയിട്ടുണ്ട്. ആ ക്യാനും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അങ്ങനെ കുറേ നേരം അവൻ അതും പൊന്തിച്ച് പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇച്ചമ്മ നല്ല ചായ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഇന്നലെ ഹസ്ബൻഡ് കൊണ്ടുവന്ന കുറച്ച് കല്ലുമ്മക്കായ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വേഗം അതെല്ലാം നന്നാക്കി കറി വെക്കാൻ വേണ്ടി നോക്കുമായിരുന്നേ. അങ്ങനെ ഞാൻ കല്ലുമ്മക്കായ റോസ്റ്റാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യാൻ മറക്കല്ലേ.